ആദ്യം വേണ്ടത് സ്വന്തമായിട്ട് പ്രണയിക്കണം. സ്വന്തമായിട്ട് പ്രണയിച്ചൊരു ആത്മവിശ്വാസം വളർത്തിയെടുത്തിട്ട് വേണം മറ്റാരെങ്കിലും പ്രേമിക്കാനായിട്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ആൺപിള്ളേർ കൂട്ട് പോയി ചെന്ന് ആത്മഹത്യ ചെയ്യുക. പെൺപിള്ളേർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ആൺപിള്ളേരെല്ലാം ലോല ഹൃദയന്മാരാ. ഒരു പെണ്ണിൻ്റെ ബാക്കി വെക്കുമ്പോഴേ അവർക്ക് പിന്നെ അപ്പം ഞാൻ തന്നെ ഒരു പെണ്ണായി ഞാൻ തന്നെ എന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കന്തീഷ് ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്ത് അവൻ കേൾക്കാൻ വേണ്ടി അങ്ങോട്ടങ്ങ് ഇട്ടതാ. അവൻ്റെ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല, വേറെ ആരോടും എനിക്ക് പറയാൻ പറ്റില്ല, മനസ്സിനകത്തേക്ക് വെച്ചോണ്ട് നടക്കാനും പറ്റുന്നില്ല. അവന് രണ്ടെണ്ണം കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോഴത്തെ ജീവിതമാണ്, ജീവിതത്തിലെ മെയിൻ പോയിന്റുകളാണ്, ജീവിതത്തെയാണ് ഞാൻ. കാരണം എന്നെ സംരക്ഷിക്കാനൊന്നും വേറെ ആരുമില്ല. അപ്പം ഞാൻ തന്നെ ഒരു പെണ്ണായി ഞാൻ തന്നെ എന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതങ്ങ് ഇട്ടതാണ്. എനിക്കത് എങ്ങനെയാണ് നിങ്ങളോടൊക്കെ ഒന്ന് പറയാൻ പറ്റില്ല. അതിനെയാണ് മറ്റുള്ളവർ ആത്മീയത അല്ലെങ്കിൽ ഞാൻ തന്നെ അപ്പം അങ്ങനെയൊക്കെ ഞാൻ നോക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരോട് ഉള്ള കാര്യം പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്ക് അടുക്കാൻ കന്തീഷ് ബാക്കി അറിയാമല്ലോ നിങ്ങൾക്ക്. മോനെ ഇങ്ങനെ പേരൊക്കെ വരുന്നത് ഫേക്ക് ഐ ഡി അല്ലേ? സ്വന്തം പേരൊക്കെയാണ് ഇങ്ങനെങ്ങാനും ഇടുവോ? അത് പഴയ കൗമാര യൗവന, അതായത് അക്കാലത്തൊക്കെ അതൊക്കെ അപ്പോഴൊക്കെ നമുക്ക് ചില ചെറിയ പ്രണയങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. നിങ്ങളൊക്കെ പ്രണയിച്ചിട്ടില്ല? ഇപ്പോഴും ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കറിയാം. പ്രണയിക്കണം, പ്രണയിച്ചില്ലെങ്കിൽ പ്രണയിക്കണം. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അടുത്ത ആൾ കാണുവാണെങ്കിൽ അവരെയും പ്രണയിച്ചോളൂ. ജീവിതത്തിൽ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക. ആദ്യം വേണ്ടത് സ്വന്തമായിട്ട് പ്രണയിക്കണം. സ്വന്തമായിട്ട് പ്രണയിച്ചൊരു ആത്മവിശ്വാസം വളർത്തിയെടുത്തിട്ട് വേണം മറ്റാരെങ്കിലും പ്രേമിക്കാനായിട്ടിരിക്കുന്നത്. പിന്നെ ഈ ചില പെൺപിള്ളേരൊക്കെ വന്ന് ഇതുപോലുള്ള ഡയലോഗൊക്കെ പറയും. ലോല ഹൃദയന്മാരാകരുത്. ആ ഡയലോഗിൽ കൂടിയൊക്കെ ഒരു പെണ്ണ് വന്ന് നേരെ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, നിന്നെ സമൂഹത്തിൽ ആരെങ്കിലും അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അത് കേട്ട് കരഞ്ഞോണ്ടൊന്നും ഇരിക്കരുത്. അപ്പോഴിത്തിരി അവർ എന്ത് മറുപടി കൊടുക്കാന്? അപ്പം മറുപടി ഒന്നും കൊടുക്കണ്ട. നമ്മളപ്പോഴേ ആ കഴിവ് എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി ജീവിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ ആൺപിള്ളേർ കൂട്ട് പോയി ചെന്ന് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കരഞ്ഞു കൂവിയിരിക്കുക, അല്ലെങ്കിൽ ആ പെണ്ണിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക ഒന്നുമല്ല. പെൺപിള്ളേർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൺപിള്ളേരെക്കാൾ ഇത്തിരി, അതാണ് പറഞ്ഞത്, പെൺപിള്ളേർക്ക് ഇത്തിരി പവറുണ്ട്. പക്ഷെ ആൺപിള്ളേരെല്ലാം ലോല ഹൃദയന്മാരാ. ഒരു പെണ്ണിൻ്റെ ബാക്കി വെക്കുമ്പോഴേ അവർക്ക് പിന്നെ ആ പെണ്ണിനെ കൊല്ലണം, അവളെ അടിക്കണം, അവളെ അങ്ങനെ ചെയ്യണമെന്നാണ്. അതായത് അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നിട്ട് അവളെ വെച്ചേക്കാൻ പാടില്ലെന്ന് നമ്മുടെ പലതും ചെയ്യുന്ന ആൺപിള്ളേരുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ കഴിവില്ലായ്മ. അതല്ല വേണ്ടുന്നത്. അവളങ്ങനെ പോയി പറയുന്നുണ്ടെങ്കിൽ പോവട്ടെ. നമ്മുടെ കഴിവ് സമൂഹത്തിലൊരു നിലയും വിലയും ആകുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ, അത് സംസാര കല എല്ലാം ഈ ലോകത്തെ എല്ലാം നമുക്ക് കലയായിട്ടെടുക്കാം മോനെ. നടത്തം, നോട്ടം, പറച്ചിൽ, പുഞ്ചിരി, ആറ്റിറ്റ്യൂഡ്, വ്യക്തിത്വം, സംസാരം, പിന്നെ ഇങ്ങനെ സ്റ്റൈലൊക്കെ ഇരിക്കുന്നത്, പിന്നെ ക്യാമറ പിടിക്കുന്നത്, മനോഹരമായ അവതരണം, പിന്നെ ഈ പറയുന്ന ഡയലോഗുകൾ, പിന്നെ എഴുത്തുകൾ, അങ്ങനെ വേണ്ട നമുക്ക് എന്തിനേയും കഴിവായിട്ടെടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് എന്നോട് ചോദിച്ചില്ലേ, ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിങ്ങനെ പറയാമെന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഭ്രാന്തി പിടിച്ചതുപോലെ ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം കൂടെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ പെണ്ണിന് പകരം ഒരു 10 പെൺപിള്ളേർ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഇതുപോലൊരു പെണ്ണ് ആര് പറഞ്ഞു തരാം നിങ്ങൾക്ക്? ഒത്തിരി കാമുകന്മാരോട് പറഞ്ഞു. എനിക്ക് ഒത്തിരി കാമുകന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ഇത്ര ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ തിരിച്ചെന്നോടും പറഞ്ഞിട്ടുണ്ട്.
എനിക്കും അത്യാവശ്യം കരച്ചിലൊക്കെ വന്നിട്ടുണ്ട്, തിരിച്ച് ഞാനും പറഞ്ഞിട്ടുണ്ട്, സ്വാഭാവികം. പിന്നെ എൻ്റെ ഈ ഡയലോഗ് കുറേ ഡയലോഗ് കേട്ട് ഒത്തിരി പേര് ചങ്കിക്കൊള്ളുന്നതല്ലേ. അതായതെന്ന് വെച്ചാൽ നല്ല ചില ആളുകൾ അവർ നല്ല ടോപ്പ് ആളുകൾ, ഞാൻ അങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ അടുക്കാറുള്ളൂ.